നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇറാനെ ചൊറിയാനിറങ്ങിയ ഇസ്രയേലിനിപ്പോൾ കണക്കിന് തീർത്തു കൊടുക്കുകയാണ് ഇറാൻ. രണ്ട് രാജ്യങ്ങളുടെ ആക്രമണവും പ്രത്യാക്രമണവുമാണ് വാർത്തകൾ നിറയുന്നത്. ഇസ്രയേലിൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ 7 പേർ മരിച്ചു, 200-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 20 പേരുടെ നില ഗുരുതരമാണ്. 35ഓളം പേരെ കാണാതായി എന്നാണ് വിവരം. ഇസ്രയേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ടെൽ അവീവിലും ജെറുസലേമിലുമാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഇസ്രയേലിന്റെ പ്രധാന തുറമുഖ നഗരമായ ഹൈഫയിൽ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. 1600 കിലോമീറ്റർ ദൂരം പ്രഹരശേഷിയുള്ള മിസൈലാണ് ഹൈപ്പർസോണിക് മിസൈൽ. 2023 ഇറാൻ വികസിപ്പിച്ചെടുത്തതാണ് ഇത്. ഈ മിസൈൽ തങ്ങൾ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയും ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി നൽകി ഇസ്രയേൽ. ഞായറാഴ്ച ഇറാന്റെ ഊർജ വ്യവസായത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നായ ഇറാനിലെ ബുഷ്ഹ പ്രവിശ്യയിലെ പാർട്സ് റിഫൈനറിയിലും ഇസ്രയേൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ നൊബാനിയാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായത്. ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് ആസ്ഥാനം ആക്രമിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെ ഒരു കെട്ടിടത്തിന് സാരമായ നാശനഷ്ടം സംഭവിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 2 എണ്ണപ്പാടങ്ങളും ഇസ്രയേൽ ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ബുഷേഹർ പ്രവിശ്യയിലെ സൗത്ത് പാർട്സ് ഫജർ ജാം എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണമുണ്ടായത്. വടക്കു പടിഞ്ഞാറൻ ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകളും ഇസ്രയേൽ തകർത്തെറിഞ്ഞു. അതിവേഗം പുരോഗമിക്കുന്ന ടെഹ്റാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് 2 ദിവസം മുമ്പ് ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും പുതിയ ആക്രമണമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 200ഓളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇസ്രയേലിലെ സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗലീലിയ മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രയേലിൽ നടന്ന ഒരു ആക്രമണത്തിൽ 80 വയസ്സുള്ള ഒരു സ്ത്രീയും 10 വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. ഇറാനിയൻ മിസൈലുകളും ഇസ്രയേലി യുദ്ധവിമാനങ്ങളുമുള്ള ഇന്ധനം ലഭ്യമാകുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാന്റെ അർദ്ധസൈനിക വിഭാഗം അവകാശപ്പെടുന്നത്.